സോ വെൽക്കം ബാക്ക് ടു എപ്പിസോഡ് 3 ഓഫ് പ്രൊഫോം മാസ്റ്ററി. അപ്പോൾ നമ്മൾ 2 എപ്പിസോഡ് കംപ്ലീറ്റ് ചെയ്തു. എൻ്റെ മൂന്നാമത്തെ എപ്പിസോഡാണിത്. നിങ്ങൾ ഫസ്റ്റ് 2 എപ്പിസോഡ് കണ്ടിട്ടില്ലെങ്കിൽ അത് മസ്റ്റായിട്ട് കാണാം. അതിൻ്റെ കണ്ടിന്യൂഷൻ ആണ്. ആൻഡ് അതുപോലെ തന്നെ ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങൾ, ഒരു പ്രൊഫോം ചലഞ്ചിൽ വരുന്ന മേജർ റൂൾസ് കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഹിഡൻ റൂൾസ് കാര്യങ്ങൾ എന്തൊക്കെയാണ്. അതായത് പ്രീവിയസ് എപ്പിസോഡിൽ നമ്മളൊരു പുതിയൊരു 5 ഇയേഴ്സിൻ്റെ ഒരു ഫണ്ടിങ് ചലഞ്ച് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു അക്കൗണ്ടിൽ വരുന്ന മേജർ റൂൾസും അതുപോലെ തന്നെ ഹിഡൻ ആയിട്ടുള്ള റൂൾസും അതുപോലെ തന്നെ അക്കൗണ്ട് ട്രേഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ഈ ഒരു കാര്യങ്ങളായിരിക്കും ഈ ഒരു എപ്പിസോഡിൻ്റെ അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യണത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ തേർഡ് എപ്പിസോഡാണിത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പ്രോഫോം റൂൾസ് ആണ്. അതായത് നമുക്കറിയാം, റൂൾ ബേസ്ഡ് ആയിട്ട് കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ, അതായത് അവർ പറഞ്ഞിട്ടുള്ള റൂൾസ് കാര്യങ്ങൾ വയലേറ്റ് ചെയ്യാണ്ട് ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്കത് സക്സസ്ഫുള്ളി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. സോ റൂൾസ് ബ്രേക്ക് ആയി കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് ആ ഒരു ചലഞ്ച് ബ്രീച്ച് ആവും, ഫെയിൽ ആവും, ആൻഡ് നമ്മളവിടെ സ്പെൻഡ് ചെയ്തിട്ടുള്ള എമൗണ്ട് നമ്മുടെ കയ്യിൽ നിന്ന് പോകും. അതുകൊണ്ട് ആ ഒരു റൂൾസ് കാര്യങ്ങൾ ഫോളോ ചെയ്തിട്ട് വേണം നമ്മൾ ആ ഒരു അക്കൗണ്ട് ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ ഹിഡൻ ആയിട്ടുള്ള കുറച്ച് റൂൾസ് ഉണ്ട്. അതായത് ചിലപ്പോൾ ആൾക്കാർക്ക് ഇത് ഒറ്റ നോട്ടത്തേക്ക് കാണാൻ പറ്റത്തില്ല. അങ്ങനെയുള്ള കുറച്ച് റൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമ്മളിവിടെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ആൻഡ് അതുപോലെ തന്നെ നമ്മൾ പ്രീവിയസ് വീഡിയോയുടെ അകത്ത് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ ഒരു 5 ഇയേഴ്സിൻ്റെ ഫണ്ടിങ് ചലഞ്ചാണ്. ആൻഡ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്ന ഒരു 2 സ്റ്റെപ്പ് മോഡലിൽ ഹൈ സ്റ്റേക്സിൽ 2.5K ഒരു അക്കൗണ്ടായിരുന്നു നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ അത് ന്യൂ ആണ്, ക്ലാസിക് അല്ല, ന്യൂ ആണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ആ ഒരു ചലഞ്ച് പർച്ചേസ് ചെയ്യാൻ പ്ലാൻ ഉണ്ടെങ്കിൽ, ഫസ്റ്റ് ടൈം യൂസർ ആണെങ്കിൽ AMFX05 എന്നുള്ള കോഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ ഒരു എക്സ്ട്രാ ഒരു 5% ഡിസ്കൗണ്ട് നിങ്ങൾക്ക് കിട്ടും. ഞാൻ ഡിസ്ക്രിപ്ഷൻ്റെ അകത്ത് നോക്കി കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇപ്പോൾ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്ന ഈ ഒരു 2 സ്റ്റെപ്പ് ഹൈ സ്റ്റേക്സ് അക്കൗണ്ടാണ്. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള പോലെ തന്നെ ഇതിന് എന്ത് കിടപ്പുണ്ട്, 2 സ്റ്റെപ്പ് കിടപ്പുണ്ട്. സ്റ്റെപ്പ് 1 ഉണ്ട്, സ്റ്റെപ്പ് 2 ഉണ്ട്. ഇത് രണ്ടും പാസ്സായി കഴിഞ്ഞാൽ നമ്മൾ ഫണ്ടഡ് സ്റ്റേജിലോട്ട് പോകത്തുള്ളൂ. ഓക്കെ, ആൻഡ് ഇതായിരുന്നു ആ ഒരു അക്കൗണ്ട്. ഞാൻ ട്രേഡ് ചെയ്ത് തുടങ്ങിയിട്ടില്ല, ലൈവായിട്ട് ട്രേഡ് ചെയ്യാന്ന് വെച്ചിട്ടാണ്. ട്രേഡ് ചെയ്ത് തുടങ്ങിയിട്ടില്ല. ഇതാണ് ആ ഒരു അക്കൗണ്ട്. ആൻഡ് ഇതിൻ്റെ അകത്ത് മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ, ഫസ്റ്റ് ഇവിടുത്തെ മേജർ റൂൾസ് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ജസ്റ്റ് നമുക്കിത് ഇവിടെ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് വൺ നമ്മുടെ അക്കൗണ്ട് സൈസ്. സോ നമ്മുടെ അക്കൗണ്ട് സൈസ് പറഞ്ഞത് $2,500 ആണ്. ഓക്കെ, ആൻഡ് ഇതിൻ്റെ കോസ്റ്റ് നമുക്ക് വന്നിട്ടുള്ള ഓൾമോസ്റ്റ് ഒരു $19 ആണ് ഇതിൻ്റെ കോസ്റ്റ് വന്നിട്ടുള്ളത്. ഓക്കെ, അതായത് ഈ ഒരു ചലഞ്ച് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കവിടെ സ്പെൻഡ് ആയിട്ടുള്ള എമൗണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ $19 ആണ്. ഓക്കെ, അതായത് നിങ്ങൾ ആ ഒരു കോഡ് യൂസ് ചെയ്യണമെങ്കിൽ എക്സ്ട്രാ ഒരു 5% ഡിസ്കൗണ്ട് കൂടെ കിട്ടും. ആൻഡ് അതുപോലെ തന്നെ രണ്ടാമത്തെ കാര്യം, അപ്പോൾ ഈ ഒരു ചലഞ്ച് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു നമുക്കൊരു $2,500 ഒരു ഡെമോ അക്കൗണ്ട് കിട്ടും. അതിന് ലോഗിൻ ചെയ്യാനുള്ള ഡീറ്റെയിൽസ് ഈ ഒരു കീയിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ MT5 ലോഗിൻ ചെയ്യാനുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങൾ നമുക്ക് കിട്ടും. ആൻഡ് ലോഗിൻ ചെയ്തിട്ടാണ് നമ്മൾ ട്രേഡ് ചെയ്യേണ്ടത്. ഓക്കെ, ആൻഡ് ഇപ്പോൾ നമ്മളുള്ളത് എവിടെയാണ്? ഇപ്പോൾ നമ്മൾ ഫേസ് 1-ലാണുള്ളത്. ഓക്കെ, അതായത് നമ്മുടെ ഈ ഒരു സ്റ്റേജ് 1-ലാണ് നമ്മളുള്ളത്. ഇപ്പോൾ സ്റ്റേജ് 1-ൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട മെയിൻ റൂൾസ്. ഓക്കെ, നമുക്ക് ഇവിടെ മാർക്കൗട്ട് ചെയ്യാം. ഫസ്റ്റ് നമ്മുടെ സ്റ്റേജ് 1 അല്ലെങ്കിൽ ഫേസ് 1. ആൻഡ് ഇവിടുത്തെ മേജർ റൂൾസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അൺലിമിറ്റഡ് ട്രേഡിംഗ് പീരീഡ് ആണ്. അതായത് നമുക്ക് ചലഞ്ച് പാസ് ചെയ്യാൻ ഇത്ര ദിവസത്തിനകത്ത് പാസ് ചെയ്യണമെന്നില്ല, എത്ര ദിവസം വേണമെങ്കിലും നമുക്ക് എടുക്കാം. ഓക്കെ, ആൻഡ് മിനിമം പ്രോഫിറ്റബിൾ ഡേയ്സ് 3. ഇത് വെച്ച് മീൻ ചെയ്യണം എന്താണെന്ന് വെച്ചാൽ, ഒരു മിനിമം 3 ദിവസമെങ്കിലും നമുക്ക് പ്രോഫിറ്റബിൾ ഡേയ്സ് വേണം. അതായത് മിനിമം 3 ദിവസമെങ്കിലും നമ്മൾ പ്രോഫിറ്റ് ഉണ്ടാക്കിയിരിക്കണം. സോ അതിൻ്റെ മീനിങ് നമ്മൾ 3 ദിവസത്തിൻ്റെ അകത്ത് പാസ്സായിരിക്കണം എന്നല്ല, 3 ദിവസമെങ്കിലും പ്രോഫിറ്റബിൾ ഡേയ്സ് നമുക്ക് വേണം. അതായത് ചെറിയൊരു പ്രോഫിറ്റ് ഉള്ള ഒരു മിനിമം 3 ദിവസമെങ്കിലും വേണം. അപ്പം ഞാൻ പറഞ്ഞു ഇവിടെ മാക്സിമം ട്രേഡിംഗ് പീരീഡ് അൺലിമിറ്റഡ് ആണെന്ന് പറഞ്ഞു. പക്ഷെ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. അതായത് ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇനാക്ടിവിറ്റി ഡേയ്സ് വേണം. അതായത് ഇവിടെ 2/30 ആണ്. അതായത് ഞാൻ അക്കൗണ്ട് എടുത്തിട്ട് 2 ദിവസമായി, 2 ദിവസമായിട്ട് ഞാൻ ട്രേഡ് ചെയ്തിട്ടില്ല. അതാണ് 2/30 കാണിക്കുന്നത്. അതായത് നമ്മൾ ഈ ഒരു അക്കൗണ്ട് എടുത്തിട്ട് 30 ദിവസം നമ്മൾ ട്രേഡ് ചെയ്തിട്ടില്ല. അതായത് 30 ദിവസം നമ്മൾ ഇതിനകത്ത് ട്രേഡ് കാര്യങ്ങളൊന്നും എക്സിക്യൂട്ട് ചെയ്തിട്ടില്ലെങ്കിൽ, അതായത് അൺടച്ച്ഡ് ആയിട്ടാണ് ഇരിക്കണമെങ്കിൽ, അതിൻ്റെ അകത്ത് ഒരു ആക്ടിവിറ്റി ഇല്ലെങ്കിൽ ആ ഒരു അക്കൗണ്ട് ഡിസേബിൾ ആയി പോകും. പിന്നെ ആക്ടിവിറ്റി റൂൾ മീറ്റായിട്ട് 30 ദിവസം നമ്മൾ ട്രേഡ് ചെയ്തിട്ടില്ലെങ്കിൽ ആ ഒരു അക്കൗണ്ട് ബ്രീച്ച് ആയി പോകും. ആ ഒരു കാര്യം ശ്രദ്ധിക്കണം. അതായത് 30 ദിവസത്തെ ഒരു ദിവസം ട്രേഡ് ചെയ്തിട്ടുണ്ടാകണം എന്നാണ് അവിടെ മീൻ ചെയ്യണത്. ഓക്കെ, ഇത് ഞാൻ അക്കൗണ്ട് എടുത്തിട്ട് 2 ദിവസം ട്രേഡ് ചെയ്തിട്ടില്ല, അതാണ് ഇവിടെ ഇൻആക്ടിവിറ്റി ഡേയ്സ് 2 കാണിക്കണത്. ഓക്കെ,
ആൻഡ് പിന്നെ പറഞ്ഞത് സ്റ്റേജ് 1. ഓക്കെ. മാക്സ് ട്രേഡിംഗ് പീരീഡ് നമ്മൾ നോക്കി, മാക്സിമം പ്രോഫിറ്റബിൾ ഡേയ്സ് നോക്കി, മാക്സ് ഡെയിലി ലോസ്, അതായത് ഒരു ദിവസം നമുക്ക് ലോസ് ചെയ്യാൻ പറ്റണ കൊണ്ട് ഇവിടെയാണ് നമ്മുടെ മെയിൻ സാധനങ്ങൾ വരുന്നത്. മാക്സ് ഡെയിലി ലോസ്. മാക്സ് ഡെയിലി ലോസ് എത്രയാണ്? 5%. ഈ ഒരു $2,500 5% എന്ന് വെച്ച് കഴിഞ്ഞാൽ വൺ $125. ഓക്കെ, $125 ആണ് നമ്മുടെ മാക്സ് ഡെയിലി ലോസ് വരുന്നത്. സോ ഇത് വെച്ച് മീൻ ചെയ്യണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം നമുക്ക് മാക്സിമം ലോസ് ചെയ്യാൻ പറ്റുന്നത് $125 ആണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, 2500 നമ്മൾ സ്റ്റാർട്ട് ചെയ്യണമെന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു ദിവസം തന്നെ ഫസ്റ്റ് നമ്മൾ ഒരു ട്രേഡ് എടുത്തു. ആ ഒരു ട്രേഡ് എന്തായിരുന്നു? ഒരു $50 ലോസ് ആയിരുന്നു വിചാരിച്ചു. ഓക്കെ, നമ്മൾ ഫസ്റ്റ് എടുത്ത ട്രേഡ് $50 ലോസ് ആയിരുന്നു. രണ്ടാമത് നമ്മളൊരു ട്രേഡ് എടുത്തു. രണ്ടാമത് നമ്മളെടുത്ത ട്രേഡ് എന്തായിരുന്നു? ഒരു $50 ലോസ് ആയിരുന്നു വിചാരിച്ചു. ഓക്കെ, എന്തായി ഇപ്പോൾ ഒരു 4% ലോസായി. ഓക്കെ, ഇപ്പോൾ ജസ്റ്റ് ഒരു $100 ഒരു ദിവസം ലോസ് ആയിട്ടുള്ളൂ. സോ $100 പോയി ലോസ് ആയി കഴിഞ്ഞാൽ നമ്മൾ അക്കൗണ്ട് പോകത്തില്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ എഗെയിൻ ഒരു ട്രേഡ് എടുത്തു. ആ ഒരു ട്രേഡ് എന്തായിരുന്നു? ഒരു $30 ലോസ് ആയിരുന്നു. ഇപ്പോൾ എന്തായി? ടോട്ടൽ ലോസ് എത്രയായി? 50, 90, 100, 130, $130. നമുക്കിവിടെ മാക്സിമം പെർമിറ്റ് ചെയ്തിട്ടുള്ള എത്രയാണ്? $125. പക്ഷെ ഇവിടെ എന്തായി? $130 ആയി. അതായത് ഒരു ദിവസം $125 മുകളിൽ നമ്മുടെ ലോസ് ബുക്ക് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ചലഞ്ച് ഫെയിലാവും. അതായത് ഒരു 126 എത്തിക്കഴിഞ്ഞാൽ തന്നെ നമ്മൾ ആ ഒരു ചലഞ്ച് ഫെയിലാവും. പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റത്തില്ല. എഗെയിൻ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? എഗെയിൻ എമൗണ്ട് സ്പെൻഡ് ചെയ്തിട്ട് പുതിയൊരു ചലഞ്ച് പർച്ചേസ് ചെയ്തിട്ട് അത് ട്രേഡ് ചെയ്യേണ്ടി വരും. ഓക്കെ, നമ്മൾ മസ്റ്റ് നോക്കേണ്ട കാര്യം ഈ ഒരു ഡെയിലി ലോസ് ഹിറ്റ് ചെയ്യാണ്ടിരിക്കുക എന്നുള്ളതാണ്. ഓക്കെ, സോ അതിന് ഡെയിലി ലോസ് ഹിറ്റ് ചെയ്യാണ്ടിരിക്കുകയാണെങ്കിൽ നമ്മുടെ കയ്യിൽ പ്രോപ്പർ റിസ്ക് മാനേജ്മെൻറ്റും വേണം, പ്രോപ്പർ റൂൾസും വേണം. സോ റിസ്ക് മാനേജ്മെൻറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ നെക്സ്റ്റ് എപ്പിസോഡിൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യും. ഇപ്പോൾ ഫസ്റ്റ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, മാക്സ് ഡെയിലി ലോസ് ഹിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അക്കൗണ്ട് പോകും. അതായത് ഒരു ദിവസം $125 മുകളിൽ ലോസ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു അക്കൗണ്ട് നമ്മുടെ കയ്യിൽ നിന്ന് പോകും. പിന്നെയുള്ളത് മാക്സ് ലോസ് 10%. അതായത് മാക്സ് ലോസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 10% എന്ന് വെച്ച് കഴിഞ്ഞാൽ $250. അതായത് നമ്മൾ എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യണത്? 2500 സ്റ്റാർട്ട് ചെയ്യണത്. 2500 നമ്മുടെ ഇനീഷ്യൽ ബാലൻസ്. അതായത് നമുക്ക് അക്കൗണ്ട് കിട്ടുന്ന സമയത്ത് ഇനീഷ്യൽ ബാലൻസ് കിടക്കുന്നത് $2500. $2500 നമ്മൾ സ്റ്റാർട്ട് ചെയ്യണത്. ഓക്കെ, ഈ $2500 അക്കൗണ്ട് -250 വന്നു കഴിഞ്ഞാൽ, അതായത് ഇപ്പം നമ്മുടെ അക്കൗണ്ട് ബാലൻസ് ബാക്ക് ടു ഒരു $2250 പോയി കഴിഞ്ഞാൽ, അതായത് 2250 എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായി? ഒരു 10% ഡ്രോഡൗൺ നമുക്ക് അവിടെ വന്നു. അതായത് 2250 ടച്ച് ചെയ്യണം, അല്ലാണ്ട് നമ്മൾ പ്രോഫിറ്റ് ഉണ്ടാക്കി അവിടെ നിന്ന് ലോസ് വന്നാൽ കുഴപ്പമില്ല. ഈ ഒരു 2250 ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് 2500 സ്റ്റാർട്ട് ചെയ്തു പതിയെ പതിയെ $2250 ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ എന്തായി? മാക്സ് ലോസ് ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? എഗെയിൻ ആ ഒരു അക്കൗണ്ട് ടെർമിനേറ്റ് ആവും. റൂൾസ് വയലേറ്റ് ആയി. അതായത് മാക്സ് ലോസ് 10% പെർമിറ്റ് ചെയ്തിട്ടുള്ളൂ, 10% ഹിറ്റ് ചെയ്തു. ആ ഒരു റൂള് ബ്രീച്ച് ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ആ ഒരു അക്കൗണ്ട് ട്രേഡ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ മെയിനായിട്ടുള്ള രണ്ടാമത്തെ റൂൾ അതാണ്. ഒന്നാമത്തെ റൂള് മാക്സ് ഡെയിലി ലോസ് 5%, $125 മാത്രമേ ഒരു ദിവസം ലോസ് ആകാൻ പാടുള്ളൂ. അതിൻ്റെ മുകളിൽ പോയി കഴിഞ്ഞാൽ 126 ആയി കഴിഞ്ഞാൽ 5%-ൻ്റെ മുകളിൽ നമ്മുടെ ലോസ് പോയി കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ചലഞ്ച് ഫെയിൽ ആവും. രണ്ടാമത്തെ കാര്യം മാക്സ് ലോസ് പെർമിറ്റ് ചെയ്യണത് $250, 10%. സോ 10% $250-ൻ്റെ ഡ്രോഡൗൺ വന്നു കഴിഞ്ഞാൽ, അതായത് 2500 സ്റ്റാർട്ട് ചെയ്ത് അതൊരു 2250 എത്തിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ആ ഒരു ചലഞ്ച് ഫെയിൽ ആവും. ഓക്കെ, അപ്പോൾ മേജറായിട്ടുള്ള രണ്ട് റോൾസ് ഇതാണ് നമ്മുടെ മുന്നിലുള്ള നമ്മൾ ആ ഒരു അക്കൗണ്ട് ഫെയിൽ ആവാൻ കാരണമായിട്ടുള്ള മേജർ സാധനങ്ങൾ. അതിൻ്റെ അകത്ത് ഏറ്റവും മേജർ ആയിട്ടുള്ള കാര്യം, അതായത് കൂടുതൽ ആൾക്കാർ ചലഞ്ച് ഫെയിൽ ആവാനുള്ള റീസൺ ഈ മാക്സ് ഡെയിലി ലോസ് ഹിറ്റ് ചെയ്യുന്നതുകൊണ്ടാണ്. സോ മാക്സ് ഡെയിലി ലോസ് ഹിറ്റ് ചെയ്യാതിരിക്കണമെങ്കിൽ നമ്മുടെ കയ്യിലൊരു പ്രോപ്പർ സ്ട്രാറ്റജി വേണം.
നമ്മൾ പ്രോപ്പർ റിസ്ക് മാനേജ്മെൻറ്റ് യൂസ് ചെയ്യണം, നമ്മുടെ പ്രോപ്പർ റൂൾസ് സെറ്റ് ചെയ്യണം. അപ്പോൾ ഇതൊക്കെ നമ്മൾ നെക്സ്റ്റ് എപ്പിസോഡ് 4th എപ്പിസോഡിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ആൻഡ് ഇതാണ് നമ്മുടെ മെയിൻ 2 റൂൾസ്. പിന്നെയുള്ളത് എന്താണ്? നമ്മുടെ ടാർഗറ്റ്. ഈ റൂൾസ് വയലേറ്റ് ചെയ്യാണ്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, നമ്മുടെ പ്രോഫിറ്റ് ടാർഗറ്റ് മീറ്റ് ചെയ്യാൻ. ഇവിടെ പ്രോഫിറ്റ് ടാർഗറ്റ് എത്രയാണ്? 10%. പ്രോഫിറ്റ് ടാർഗറ്റ് 10%. സോ 10% എന്ന് വെച്ച് കഴിഞ്ഞാൽ $250. അതായത് നമ്മുടെ മാക്സ് ലോസും $250 ആണ്, നമ്മുടെ പ്രോഫിറ്റ് ടാർഗറ്റും $250 ആണ്. അതായത് ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, ഈ 2500 സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള അക്കൗണ്ട് നമ്മൾ 2750 എത്തിക്കണം. ഇതാണ് നമ്മുടെ പ്രോഫിറ്റ് ഗോൾ. അതായത് ഫേസ് 1ലുള്ള പ്രോഫിറ്റ് ഗോൾ $250 ആണ്. 2500 സ്റ്റാർട്ട് ചെയ്തിട്ട് $250 പ്രോഫിറ്റ് ഉണ്ടാക്കി 2750 നമ്മൾ അക്കൗണ്ടിനെ എത്തിക്കണം. സോ ഇവിടെ ഡെയിലി ലോസ് ലെവലാണ്, അതായത് നമ്മുടെ മാക്സ് ലോസ് 2500 125 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ 5% മൈനസ് ചെയ്ത് കഴിഞ്ഞ് 2375. അതായത് 2375 ഇന്നത്തെ ദിവസം നമ്മൾ അക്കൗണ്ട് എത്തിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഫെയിൽ ആവും. ഓക്കെ, നമ്മുടെ മാക്സ് ഡെയിലി ലോസ് കിട്ടി. അപ്പോൾ ഇതാണ് നമ്മുടെ ടാർഗറ്റ്. അതായത് നമ്മൾ എന്ത് ചെയ്യണം, 2500 സ്റ്റാർട്ട് ചെയ്തിട്ട് അക്കൗണ്ട് ബാലൻസ് സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ അതിനെ $2750 എത്തിക്കണം. ഇതാണ് നമ്മുടെ ടാർഗറ്റ്. ഈ ഒരു സാധനം എത്തിച്ചു കഴിഞ്ഞാൽ, അതായത് ഈ ഒരു 10% പ്രോഫിറ്റ് എത്തിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്തു, ഫേസ് 1 പാസ്സായി. ഓക്കെ, ആ ഒരു പ്രോഫിറ്റ് ടാർഗറ്റ് മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് നമ്മുടെ മിനിമം ട്രേഡിംഗ് ഡേയ്സും മിനിമം പ്രോഫിറ്റബിൾ ഡേയ്സും കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്തു, സ്റ്റേജ് 1 പാസ്സായി. സോ സ്റ്റേജ് 1 പാസ്സായി കഴിഞ്ഞാൽ നമ്മൾ പോകുന്നത് എങ്ങോട്ടാണ്? സ്റ്റേജ് 1 പാസ്സായി കഴിഞ്ഞാൽ നമ്മൾ നേരെ പോണത് സ്റ്റേജ് 2. സ്റ്റേജ് 2ൽ എന്തൊക്കെയുള്ളത് നമുക്ക് നോക്കാം. സ്റ്റേജ് 2, ഓക്കെ. സ്റ്റേജ് 1 പാസ്സായി കഴിഞ്ഞാൽ സ്റ്റേജ് 2. സ്റ്റേജ് 2ലും റൂൾസ് സിമിലർ ആണ്. പ്രോഫിറ്റ് ടാർഗറ്റിലാണ് മാറ്റം വരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഈ കോസ്റ്റ് വരുന്നത്, ചലഞ്ചിൻ്റെ കോസ്റ്റ് വരുന്നത് ജസ്റ്റ് $19 ആണ്. ആൻഡ് പ്രോഫിറ്റ് ഷെയർ ഇവിടെ $2 റിവാർഡ് വേണം. അതായത് ഒന്നുമില്ല, നമ്മൾ ആ ചലഞ്ച് പാസ്സായി ഫസ്റ്റ് പേ ഔട്ടിലോട്ട് എത്തിക്കഴിഞ്ഞാൽ ഒരു $2 ഒരു എക്സ്ട്രാ റിവാർഡ് പോലെ നമുക്ക് കിട്ടും പേ ഔട്ടിൻ്റെ കൂടെ. ഓക്കെ, ഇപ്പോൾ സ്റ്റെപ്പ് 2, മാക്സ് ട്രേഡിംഗ് പീരീഡ് അൺലിമിറ്റഡ് ആണ്, മിനിമം പ്രോഫിറ്റബിൾ ഡേയ്സ് 3 ആണ്, പിന്നെ മാക്സ് ഡെയിലി ലോസ് 5, മാക്സ് ലോസ് 10%. അതായത് സെയിം, നമ്മൾ നേരത്തെ നോക്കിയിട്ടുള്ള പോലെ തന്നെ സെയിം. ഇവിടെ പ്രോഫിറ്റ് ടാർഗറ്റ് ഒഴികെ ബാക്കിയൊക്കെ സിമിലർ ആണ്. ഓക്കെ, പ്രോഫിറ്റ് ടാർഗറ്റിൽ മാത്രമേ ഇവിടെ മാറ്റുള്ളൂ. ഓക്കെ, നമ്മുടെ മാക്സ് ഡെയിലി ലോസ് 5% ആണ്, മാക്സ് ലോസ് 10% ആണ്. അതായത് ഈ ഒരു സ്റ്റേജ് 2ലോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, അഗെയിൻ നമുക്കൊരു ഇതുപോലൊരു ട്രേഡിംഗ് അക്കൗണ്ട് കിട്ടും, ഒരു ഫ്രഷ് ആയിട്ടുള്ള $2500 അക്കൗണ്ട് കിട്ടും. ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്, സെയിം. അതായത് ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് മാക്സ് പ്രോഫിറ്റബിൾ ഡേയ്സ് 3 ഉണ്ട്, മാക്സ് ഡെയിലി ലോസ് 5%. അതായത് ഒരു ദിവസം നമുക്ക് എത്രയും ലോസ് ചെയ്യാൻ പറ്റത്തുള്ളൂ, $125 മുകളിൽ ഒരു ദിവസത്തെ ലോസ് പോകാൻ പാടില്ല, മെയിൻ തിങ്. ഓക്കെ, രണ്ടാമത്തെ കാര്യം മാക്സ് ലോസ്. മാക്സ് ലോസ് എത്രയാണ്? 10%. അതായത് 2500 സ്റ്റാർട്ട് ചെയ്ത് അക്കൗണ്ട് ഒരിക്കലും 2250 എത്താൻ പാടില്ല. അതായത് ഒരു 10%ൻ്റെ ഡ്രോ ഡൗണിലോട്ട് അക്കൗണ്ട് വരാൻ പാടില്ല. ഇവിടുത്തെ പ്രോഫിറ്റ് ടാർഗറ്റ് എത്രയേ ഉള്ളൂ? 5% മാത്രമേ പ്രോഫിറ്റ് ടാർഗറ്റ് ഉള്ളൂ. ഓക്കെ, അതായത് നമ്മുടെ ഫേസ് 2ലെ പ്രോഫിറ്റ് ടാർഗറ്റ് പറഞ്ഞത് 5%, അതായത് $125 ആണ് ഫേസ് 2ലെ പ്രോഫിറ്റ് ടാർഗറ്റ് പറഞ്ഞത്. അപ്പോൾ ഈ റൂൾസ് വയലേറ്റ് ചെയ്യേണ്ട നമ്മൾ ഈ പ്രോഫിറ്റ് ടാർഗറ്റ് മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മളിനി പോകുന്നത് ഫണ്ടഡ് സ്റ്റേജിലോട്ടായിരിക്കും. അതായത് നമ്മൾ ആ ഒരു ചലഞ്ച് ഫെയിലായി കഴിഞ്ഞാൽ, പാസ്സായി കഴിഞ്ഞാൽ ഫണ്ടഡ് സ്റ്റേജിലോട്ടായിരിക്കും പോണത്. ഇതിൻ്റെ അകത്ത് ഏതെങ്കിലും റൂൾസ് വയലേറ്റ് ആവുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ആ ഒരു ചലഞ്ച് നമ്മൾ ഫെയിൽ ആവും. ഓക്കെ, ഫേസ് 2ൽ ഫെയിലായി കഴിഞ്ഞാലും ഫേസ് 1ൽ ഫെയിലായി കഴിഞ്ഞാലും സെയിം ആണ്. പിന്നെ നമുക്ക് ഒരു അക്കൗണ്ട് ആക്സസ് ചെയ്യാൻ പറ്റത്തില്ല. അഗെയിൻ നമ്മളൊരു എമൗണ്ട് കൊടുത്ത് ചലഞ്ച് പർച്ചേസ് ചെയ്തിട്ട് കണ്ടിന്യൂ ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, അപ്പോൾ ഫണ്ടഡ് സ്റ്റേജിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കാണുന്ന റൂൾസ് നമുക്ക് നോക്കാം. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ട്രേഡിംഗ് പീരീഡ് അൺലിമിറ്റഡ് ആണ്. ആൻഡ് അവിടെ
ഈ പറഞ്ഞ പോലെ നമ്മുടെ മെയിനായിട്ട് ഇല്ലാത്ത കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പ്രോഫിറ്റ് ടാർഗറ്റ് ഉണ്ടാവത്തില്ല. ഇവിടെ മിനിമം പ്രോഫിറ്റബിൾ കാണുന്നത് സ്കെയിലിങ്ങിന് വേണ്ടിയിട്ടാണ്. സോ സ്കെയിലിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അക്കൗണ്ട് ബാലൻസ് ഇൻക്രീസ് ചെയ്ത് വരുന്ന ഒരു പരിപാടിയാണ്. അതിനെക്കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇവിടെ എന്ത് കിടപ്പുണ്ട്? മാക്സ് ഡെയിലി ലോസ് 5%, മാക്സ് ലോസ് 10%. ഇത് എല്ലാ സ്റ്റേജിലും കിടപ്പുണ്ട്. ഓക്കെ, മാക്സ് ഡെയിലി ലോസ് 5%, അതായത് $125. പിന്നെ മാക്സ് ലോസ് 10%, $250. അതായത് നമ്മൾ ഈ 2500 സ്റ്റാർട്ട് ചെയ്തിട്ട് അക്കൗണ്ട് ഒരിക്കലും 2250 വരാൻ പാടില്ല. ഈ രണ്ട് റൂൾസ് അവിടെ ഉണ്ട്. പക്ഷെ അവിടെ എന്ത് കിടപ്പില്ല? പ്രോഫിറ്റ് ടാർഗറ്റ് ഇല്ല. ഈ 10% നേരത്തെ പറഞ്ഞ സ്കെയിലിങ്ങിനാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളൊരു നമ്മളൊരു പ്രോഫിറ്റ് ജനറേറ്റ്, അതായത് നമ്മളിപ്പോൾ പ്രോഫിറ്റ് ആയിട്ട് ജനറേറ്റ് ചെയ്ത അതായത് 2500 ഉണ്ടായിരുന്ന അക്കൗണ്ട് നമ്മൾ എന്ത് ചെയ്തു? ഒരു 2700 എത്തിച്ചു. 2700 എത്തിച്ചു. അതായത് നമ്മുടെ പ്രോഫിറ്റ് എത്രയാണ് ഇവിടെ? $200. അതായത് ഒരു $200 പ്രോഫിറ്റ് നമ്മളിവിടെ ജനറേറ്റ് ചെയ്തു എന്ന് വിചാരിച്ചോളൂ. അപ്പോൾ ഇതിനെന്ത് ചെയ്യും? ഇതിന് നമ്മൾ രണ്ട് സ്പ്ലിറ്റ് ആക്കും. അതായത് ഒരു 80% സ്പ്ലിറ്റ്, 80% ആൻഡ് ഒരു 20% സ്പ്ലിറ്റ്. 80% ഓഫ് 200 എത്രയാണ്? 80% ഓഫ് 200, $160. $160, പിന്നെ ബാക്കി വരുന്ന $40. ഓക്കെ, അപ്പോൾ 80% എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്രയാണ്? $160 ആൻഡ് 20% എത്രയാണ്? $40. ഈ ഒരു 80% ഉണ്ടല്ലോ, ഈ ഒരു 80% നമ്മുടെ പേ ഔട്ടാണ്, അല്ലെങ്കിൽ നമ്മുടെ പ്രോഫിറ്റ് സ്പ്ലിറ്റ് ആണ്. അപ്പോൾ ഈ ഒരു പേ ഔട്ട് എന്ത് ചെയ്യും? കമ്പനി നമുക്ക് നമ്മുടെ അക്കൗണ്ടിലോട്ട് നമുക്ക് എടുക്കാം. അതായത് ഒന്നിക്ക് ക്രിപ്റ്റോ ആയിട്ട് എടുക്കാം. ഓക്കെ, സോ രണ്ട് രീതിയിൽ നമുക്ക് എടുക്കാം. അതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഈ അക്കൗണ്ടിൽ പേ ഔട്ട് എടുക്കുവാണെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ഒന്നിക്ക് നമുക്ക് ക്രിപ്റ്റോ ആയിട്ട് എടുക്കാം, അല്ലെങ്കിൽ റൈസ് ത്രൂ ബാങ്ക് അക്കൗണ്ടിലോട്ട് നമുക്ക് എടുക്കാം. ഓക്കെ, റൈസ് ഒരു പ്ലാറ്റ്ഫോമാണ്. റൈസ് ത്രൂ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലോട്ട് നമുക്ക് എടുക്കാം. ഓക്കെ, രണ്ട് രീതിയും കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ഈ ഒരു രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം? പേ ഔട്ട് എടുക്കാം. അതായത് 14 days കൂടുമ്പോഴാണ് ഇതിൻ്റെ അകത്ത് നമുക്ക് പേ ഔട്ട് വരുന്നത്. അതായത് 14 ദിവസം കൂടുമ്പോഴാണ് നമുക്ക് പേ ഔട്ട് റിക്വസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്. ആ ഒരു സമയത്ത് ഏത് ലെവലിലാണോ നമ്മൾ നിൽക്കുന്നത്, ആ ഒരു സമയത്തുള്ള പേ ഔട്ട് നമുക്ക് റിക്വസ്റ്റ് ചെയ്യാം. ഓക്കെ, ലോസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് പൈസ കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഏതെങ്കിലും ഒരു ലിമിറ്റ് ഹിറ്റ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു അക്കൗണ്ട് നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്നു മാത്രമേ ഉള്ളൂ. ഓക്കെ, ഈ ഒരു രീതിയിലാണ്. ഓക്കെ, നമുക്ക് ഈ അക്കൗണ്ട് ഞാൻ നേരത്തെ എടുത്തിട്ടുള്ള ഈ ഒരു അക്കൗണ്ട് നമുക്ക് ലൈവായിട്ട് ട്രേഡ് ചെയ്യാം. ഓക്കെ, വരുന്ന ദിവസങ്ങൾ ലൈവായിട്ട് ട്രേഡ് ചെയ്യാം. അതുപോലെ തന്നെ ഞാൻ മൺഡേ ടു ഫ്രൈഡേ യൂട്യൂബിൽ ലൈവ് ട്രേഡിങ് ചെയ്യാറുണ്ട്. 7 PM ആണ് സമയം. ഓക്കെ, നിങ്ങൾക്ക് ആ ഒരു സമയത്ത് അവൈലബിൾ ആണെങ്കിൽ ജസ്റ്റ് അതൊന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കിയോളൂ. ഇനി നമുക്ക് നോക്കാനുള്ളത് ഇവിടുത്തെ ഹിഡൻ റൂൾസ് ആണ്, അല്ലെങ്കിൽ ഫോർബിഡൻ പ്രാക്ടീസസ്. ഇപ്പോൾ ഇവിടെ നമുക്ക് റൈറ്റ് സൈഡിൽ നിന്ന് കാണാം ഫോർബിഡൻ പ്രാക്ടീസസ്. അതിലോട്ട് നമ്മൾ പൊക്കി കഴിഞ്ഞാൽ കുറച്ച് കാര്യങ്ങൾ കാണാൻ പറ്റും. അതായത് അറ്റ് the Fiverr we seek genuine individual traders who can bring their own system and strategy applied to multiple market conditions. Those traders will be highly rewarded and we will be able to assist them along their trading journey. The program is designed to cater the speculative trading strategies. Okay, അതായത് മാന്യമായിട്ട് നിങ്ങൾ കാര്യങ്ങൾ ചെയ്യുവാണെങ്കിൽ മാന്യമായിട്ട് നിങ്ങൾക്ക് പേ ഔട്ട് തരും എന്നാണ് അവർ പറയുന്നത്. ഓക്കെ, സോ ഹൗ സം ട്രേഡിംഗ് പ്രാക്ടീസസ് ദാറ്റ് ടെൻ ടു അബ്യൂസ് അവർ സിസ്റ്റം ആൻഡ് പ്രോഗ്രാംസ് ആർ കംപ്ലീറ്റ്ലി ഫോർബിഡൻ. അതായത് ചില പ്രാക്ടീസസ് ഉണ്ട്, അതായത് ചില ട്രേഡിംഗ് സ്ട്രാറ്റജീസ്, ചില പ്രാക്ടീസസ് ഉണ്ട്. അപ്പോൾ അത് കൈൻഡ് ഓഫ് അവരുടെ സിസ്റ്റത്തെ അബ്യൂസ് ചെയ്യുന്ന പോലെയാണ്. അതുകൊണ്ട് അത് അവർ അലൗ ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, സോ ദിസ് വർക്ക് ബോത്ത് ഫോർ അവർ ഇവാലുവേഷൻ ഫേസസ് ആൻഡ് ഫണ്ടഡ് അക്കൗണ്ട്സ്. അതായത്
ഇവാലുവേഷൻ അക്കൗണ്ട്സിലും, അതായത് ചലഞ്ച് അക്കൗണ്ടിലും ഫണ്ടഡ് അക്കൗണ്ടിലും സെയിം റൂൾസ് ആണ്. സോ ചില ഫേംസിന് ഫണ്ടഡ് അക്കൗണ്ടിൽ ഒരു റൂൾസ്, ചലഞ്ച് അക്കൗണ്ടിൽ ഒരു റൂൾസ് അങ്ങനെ ഉണ്ടാവാറുണ്ട്. പക്ഷെ ഇവിടെ പറയണത് എല്ലാത്തിലും സെയിം റൂൾസ് ആണ്. അപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. സോ യൂസ് എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് ദ പ്രൈസ് ഡിസ്ക്രിപ്പൻസ്, എന്തോ ഒരു സാധനം ഉണ്ടെങ്കിൽ വായിച്ചിട്ടുണ്ട് കിട്ടുന്നില്ല, ഓർ ഗ്ലിച്ചസ് വിത്തിൻ ഡിഫറെൻറ്റ് മാർക്കറ്റ്സ് ഓഫ് സിമിലർ ഐഡൻറ്റിക്കൽ അസെറ്റ്സ് ഓൾസോ നോൺ ആസ് ആർബിട്രേജ് ട്രേഡിംഗ്. ഓക്കെ, ആർബിട്രേജ് ട്രേഡിംഗ് അവർ അലോ ചെയ്യണില്ല. സോ ആർബിട്രേജ് ട്രേഡിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കൈൻഡ് ഓഫ് ആ ഒരു സ്പ്രെഡൊക്കെ മുതലെടുക്കുന്ന രീതിയിൽ ചെയ്യുന്ന ഒരു സാധനമാണ്. അപ്പം അത് കൈൻഡ് ഓഫ് ആരും ചെയ്യണില്ല ഇപ്പോൾ. ആൻഡ് അത് അവർ അലോ ചെയ്യണില്ല. അതായത് സിറ്റുവേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രേഡർ നോട്ടീസസ് ദാറ്റ് ദ സെയിം അസറ്റ് ഈസ് പ്രൈസ്ഡ് ഡിഫറെൻ്റ്ലി ഓൺ ടു ഡിഫറെൻറ്റ് എക്സ്ചേഞ്ചസ്. ദ എക്സ്പ്ലോയിറ്റ് ദിസ് പ്രൈസ് ഡിഫറൻസ് ബൈ ബൈയിങ് ആൻഡ് സെല്ലിങ് ദ അസറ്റ് ഓൺ ദ, അതായത് ഒരു എക്സ്ചേഞ്ചിൽ ബൈ ചെയ്യുന്നു, ഒരു എക്സ്ചേഞ്ചിൽ സെല്ല് ചെയ്യുന്നു, ആ ഒരു പരിപാടി. ആ ഒരു പ്രൈസ് ഡിഫറൻസ്, ആ ഒരു സ്പ്രെഡൊക്കെ ക്യാച്ച് ചെയ്യുന്ന രീതി. അസെറ്റ്സ് ഓൺ ദ എക്സ്ചേഞ്ച് വേർ ഇറ്റ്സ് പ്രൈസ് ഇസ് ഡിഫറെൻറ്റ്, മേക്കിംഗ് എ പ്രോഫിറ്റ് ഫ്രം ദ പ്രൈസ്. ആ ഒരു സാധനം എനിക്ക് വായിച്ചിട്ട് കിട്ടാനില്ല. പിന്നെ ഹൈ ഫ്രീക്വൻസി ട്രേഡിംഗ്, ഇത് നോക്കാം. സോ ഇൻ വിച്ച് ദ മെജോറിറ്റി ഓഫ് ദ ട്രേഡ് ഡ്യൂറേഷൻ സ്പാൻ ഈസ് മെഷേർഡ് വിത്തിൻ ഫ്യൂ സെക്കൻഡ്സ്. അതായത് നമ്മൾ ഈ സെക്കൻഡ്സ് തന്നെ മൾട്ടിപ്പിൾ പൊസിഷൻസ് ഇടാം. ഒരു സൈഡിനോട്ട് തന്നെ മൾട്ടിപ്പിൾ പൊസിഷൻസ് എന്ത് ചെയ്യാം, കൈൻഡ് ഓഫ് ലെയറിങ് ഉണ്ടല്ലോ, ലെയറിങ് അലൗഡ് അല്ല. അതായത് എനിക്ക് തോന്നുന്നു ഒരു 3+ പൊസിഷൻസ് ഒക്കെ ഒരു സെയിം സൈഡിനോട്ട് നമ്മൾ മൾട്ടിപ്പിൾ ടൈംസ് വിത്തിൻ സെക്കൻഡ്സ് നമ്മൾ പഞ്ച് ചെയ്യുകയാണെങ്കിൽ അത് അവർ അലോ ചെയ്യണില്ല. അത് ഹൈ ഫ്രീക്വൻസി ട്രേഡിംഗ് ആയിട്ടാണ് അവർ കണക്ക് കൂട്ടുന്നത്. അതായത് എ ട്രേഡർ യൂസസ് സൊഫിസ്റ്റിക്കേറ്റഡ് അൽഗോരിതംസ് ടു എക്സിക്യൂട്ട് തൗസൻഡ്സ് ഓഫ് ട്രേഡ്സ് വിത്തിൻ മില്ലി സെക്കൻഡ്സ്. HFTs എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഇതാണ് അൽഗോരിതംസ് യൂസ് ചെയ്തിട്ട് പഞ്ച് ചെയ്യണത്. പക്ഷെ നമ്മൾ മാനുവലി ഒരുപാട് ഓർഡേഴ്സ് പഞ്ച് ചെയ്യുകയാണെങ്കിലും അത് വൺ സൈഡ് ബെറ്റിംഗ് ആയിട്ട് അവർ കൂട്ടും. സോ ട്രേഡർ യൂസ് മാക്സിമം 1-2 പൊസിഷൻസ് മാത്രം ഒരു ടൈമിന് എടുക്കുക. A trader uses sophisticated algorithm to execute thousands of trades within milliseconds, taking advantage of small price movements in the markets. Okay. പിന്നെ ബൾക്ക് ട്രേഡിംഗ് ഈസ് വെൻ മൾട്ടിപ്പിൾ ട്രേഡ്സ് ആർ ഓപ്പൺ സൈമിൾട്ടേനിയസ്. അതായത് ഒരേ സമയത്ത് മൾട്ടിപ്പിൾ ട്രേഡ്സ് ഓപ്പൺ ആയിട്ടുണ്ടാവുക. ട്രേഡർ ഓപ്പൺസ് മാനുവലി, ഇതാണ് ആ സാധനം വരുന്നത്. ട്രേഡർ ഓപ്പൺസ് മാനുവലി ഓർ യൂസസ് ഓട്ടോമാറ്റിക് ട്രേഡിംഗ് ടൂൾസ്. മാനുവലി ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അത് കണക്ക് കൂട്ടും. ഓപ്പൺ മൾട്ടിപ്പിൾ ട്രേഡ്സ് അറ്റ് ദ സെയിം ടൈം. അതായത് ഒരു സമയത്ത് തന്നെ മൾട്ടിപ്പിൾ ട്രേഡ്സ് പുഷ് ചെയ്യുന്നത്. അപ്പോൾ ഒരു സമയത്ത് മാക്സിമം 1-2 ട്രേഡ്സിൽ ഒതുക്കാൻ നോക്കുക. 2 ട്രേഡ്സ് എടുക്കുക. മാക്സിമം ഒരു ട്രേഡ്സ് മാത്രം അറ്റ് എ ടൈം റൺ ചെയ്യിക്കുക. ക്ലിയർ ഷോയിങ് എ ട്രേഡർ ഈസ് നോട്ട് ബിഹൈൻഡ് ദ സ്ട്രാറ്റജി ആക്ടിവിറ്റി. പിന്നെ ബ്രാക്കറ്റിംഗ് സ്ട്രാറ്റജി ബൈ ഓപ്പണിംഗ് പെൻഡിങ് ഓർഡേഴ്സ് അറൗണ്ട് ഹൈ ഇമ്പാക്ട് ന്യൂസ്. അതായത് ന്യൂസിൻ്റെ സമയത്ത് നമ്മൾ ഈ ബൈ സ്റ്റോപ്പ് സെൽ സ്റ്റോപ്പ് ഒക്കെ ഇട്ട് പെൻഡിങ് ഓർഡേഴ്സ് ക്രിയേറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അതും ഒരു പ്രശ്നമാണ്. ന്യൂസ് ടൈമിൽ ട്രേഡ് ചെയ്യാതിരിക്കുക. അതായത് നമ്മുടെ ഹൈ ഇമ്പാക്ട് ന്യൂസ് ഉണ്ടല്ലോ, ഹൈ ഇമ്പാക്ട് ന്യൂസ് ടൈമിൽ ട്രേഡ് ചെയ്യാതിരിക്കുക. ഇവിടെ ആ ഒരു സാധനം വന്നിട്ടുണ്ട്. അതായത് ഹെഡ് ഓഫ് എ മേജർ എക്കണോമിക് അനൗൺസ്മെന്റ് എ ട്രേഡർ പ്ലേസസ് ബോത്ത് ബൈ ആൻഡ് സെൽ. അതായത് ബൈയും പ്ലേസ് ചെയ്ത് വെക്കും, സെല്ലും പ്ലേസ് ചെയ്ത് വെക്കും, രണ്ട് സൈഡിനോട്ടായിട്ട്. Orders just above and below the current market price when the news is released, triggering volatility. One of the pending order is executed, allowing the trader to profit from the pricing. ന്യൂസ് ടൈമിന് ട്രേഡ് ചെയ്യാതിരിക്കുക, അതാണ് ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ ഈ പറയുന്നത് ഇന്റർനാഷണലി ഓർ intentionally or unintentionally employ trading strategies that take advantages of error within the system. അതായത് സിസ്റ്റത്തിൻ്റെ അകത്ത് എറർ വരുന്ന എന്തെങ്കിലും സാധനങ്ങൾ നമ്മൾ അഡ്വാൻറ്റേജ് ആയിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ അതും ഒരു പ്രൊഹിബിറ്റഡ് പ്രാക്ടീസാണ്. അതായത് ടെക്നിക്കൽ ഗ്ലിച്ച് വരുന്ന സമയത്ത് എന്തെങ്കിലും നമ്മൾ ഉടായ്പ കാണിക്കുകയാണെങ്കിൽ അതൊരു ഫോർബിഡൻ പ്രാക്ടീസാണ്. സോ ട്രേഡ് കോർഡിനേഷൻ ഓർ കോപ്പി ട്രേഡിംഗ് വിത്ത് അതർ ട്രേഡേഴ്സ്, അതാണ് ഇതൊരു മെയിൻ സാധനമാണ്. അതായത് എ ഗ്രൂപ്പ് ഓഫ് ട്രേഡേഴ്സ് കൊളാബറേറ്റ്സ് ടു എക്സിക്യൂട്ട് കോർഡിനേറ്റ്സ് ട്രേഡ് അക്രോസ് മൾട്ടിപ്പിൾ അക്കൗണ്ട്സ്. ദേ ഷെയർ സിഗ്നൽസ് ആൻഡ് സ്ട്രാറ്റജീസ് വിത്ത് ഈച്ച് അതർ, എഫക്റ്റീവ്ലി കോപ്പിങ് ഈച്ച് അതർ ട്രേഡേഴ്സ് ടു ആംപ്ലിഫൈ ദർ കളക്റ്റീവ് പ്രോഗ്രാം. അതായത് നമ്മൾ കുറച്ച് ആൾക്കാർ കൂടിയിരുന്നിട്ട്, അതായത് ഐ പി അഡ്രസ്സൊക്കെ ആ ഒരു സെയിം ലൊക്കേഷനിൽ വരുവാണെങ്കിൽ സെയിം ട്രേഡ്സ് നമ്മൾ പഞ്ച് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ചിലപ്പോൾ ബാൻ ചെയ്യും, അക്കൗണ്ട് ടെർമിനേറ്റ് ചെയ്യും. ഓക്കെ, അങ്ങനെ ഒരു സാധനമുണ്ട്. അതായത് നമ്മളെല്ലാവരും എടുക്കുന്നത് സെയിം പ്രൈസിലാണ് നമ്മൾ ബൈ ചെയ്യുന്നത്, സെയിം പ്രൈസിലാണ് നമ്മൾ സ്റ്റോപ്പ് ലോസ് വെക്കുന്നത്, സെയിം പ്രൈസിലാണ് നമ്മൾ ടാർഗറ്റ് വെക്കുന്നത്. ഒരേ ഐ പി അഡ്രസ്സ്, ഒരേ എന്താ പറയുക ലൊക്കേഷൻ വരുവാണെങ്കിൽ അതൊരു
എന്താ പറയുക, പ്രൊഹിബിറ്റഡ് പ്രാക്ടീസാണ്. പിന്നെ വൺ സൈഡ് ബിറ്റ്സ് വിച്ച് റിഫേഴ്സ് ടു എ ട്രേഡിംഗ് സ്ട്രാറ്റജി വേർ ദ യൂസർ കൺസിസ്റ്റൻ്റ്ലി ടേക്ക് പൊസിഷൻസ് ഇൻ വൺ സിംഗിൾ ഡയറക്ഷൻ. അതായത് ഒരു ഡയറക്ഷനിലോട്ട് തന്നെ മൾട്ടിപ്പിൾ പൊസിഷൻസ് പഞ്ച്, അതായത് ലെയറിങ് അലൗഡ് അല്ല. പിന്നെ എക്സ്പെർട്ട് അഡ്വൈസേഴ്സ് ദാറ്റ് സ്കാൽപ് ഡ്യൂറിങ് ദ റോൾ ഓഫ്, അതായത് നമ്മൾ അൽഗോസ് യൂസ് ചെയ്യുന്നത് അലൗഡ് അല്ല. പിന്നെ ഇ എ ഫ്രം എ തേർഡ് പാർട്ടി വേർ അതർ ട്രേഡേഴ്സ് ഹാവ് ദ സെയിം ട്രേഡ്സ് ഓപ്പൺ. ഇ എസ് യൂസ് ചെയ്യാണ്ടിരിക്കുക, അൽഗോസ് യൂസ് ചെയ്യാണ്ടിരിക്കുക. ആൻഡ് യൂസിങ് ആൻ ഇ എ ഫ്രം എ പ്രൊവൈഡർ, ഇ എ യൂസ് ചെയ്യാണ്ടിരിക്കുക. പിന്നെ ടിക്ക് സ്കാൽപ്പിംഗ്, ഹെഡ്ജ് ആർബിട്രേജ് ട്രേഡിംഗ്, റിവേഴ്സ് ആർബിട്രേജ് ട്രേഡിംഗ്, അക്കൗണ്ട് ഷെയറിംഗ് ഓർ റീസെല്ലിംഗ് അക്കൗണ്ട് വിത്ത് അതർ ഇൻഡിവിജ്വൽസ് ഓർ എൻറ്റിറ്റീസ്. ഇത് ശ്രദ്ധിക്കുക. A trader sell access to their funded trading account to another individual or entity, allowing them to trade on their behalf or use the account for their own purpose in exchange for a fee profit share. വേറെ ആൾക്ക് നമ്മുടെ അക്കൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് എന്തെങ്കിലും രീതിയിൽ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ ടെർമിനേറ്റ് ചെയ്യും. പിന്നെ അക്കൗണ്ട് മാനേജ്മെൻറ്റ് സർവീസ് പാസിയർ ചലഞ്ച് ഈസ് ഓൾസോ പ്രൊഹിബിറ്റഡ്. അതായത് നമ്മൾ വേറെ ആൾക്കാർക്ക് അക്കൗണ്ട് പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് പാസിങ് സർവീസിനൊക്കെ കൊടുക്കുകയാണെങ്കിൽ അതും പിടിക്കപ്പെടും. അതായത് സർവീസ് ടു മാനേജ് അതർ ഇൻഡിവിജ്വൽസ് ചലഞ്ച് അക്കൗണ്ട്സ് promising to pass the valuation phase and gain funding on their behalf in exchange for a percentage of the profits generated. Okay. So പിന്നെ പറഞ്ഞത് ക്രോസ് ഓപ്പറേറ്റർ കോർഡിനേഷൻ ട്രേഡിംഗ് പെർഫോംഡ് അലോൺ ഓർ ഇൻ കോൺസെർട്ട് വിത്ത് അതർ, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ. ഓക്കെ, നിങ്ങൾക്ക് ഇത് ഈ ഒരു വെബ്സൈറ്റിലോട്ട് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാൻ പറ്റും. ഇതാണ് മെയിൻ കാര്യങ്ങൾ. ഒന്നാമത്തെ കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മളെ അക്കൗണ്ട് നമ്മൾ തന്നെ ട്രേഡ് ചെയ്യുക. നമ്മുടെ കയ്യിലൊരു സിമ്പിളായിട്ടുള്ള ഒരു സ്ട്രാറ്റജി വേണം. അതിൻ്റെ അതുപോലെ തന്നെ വേറെ ആളെ കൊണ്ട് ട്രേഡ് ചെയ്യാണ്ടിരിക്കുക, ന്യൂസ് ടൈമിൽ ട്രേഡ് ചെയ്യാണ്ടിരിക്കുക. മെയിനായിട്ടുള്ള കാര്യങ്ങൾ ഇതാണ്. പിന്നെ അതുപോലെ തന്നെ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ആ ഒരു ഫോർബിഡൻ പ്രാക്ടീസസിൻ്റെ പേജിലോട്ട് വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ഈ ഒരു കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പം നെക്സ്റ്റ് എപ്പിസോഡിൽ എങ്ങനെയാണ് ആ ഒരു റിസ്ക് മാനേജ് ചെയ്യേണ്ടത് ആൻഡ് സ്ട്രാറ്റജീസ് എങ്ങനെ മാനേജ് ചെയ്യണം, റൂൾ ബേസ്ഡ് ആയിട്ട് എങ്ങനെ ചെയ്യണം, അത് നമ്മൾ നെക്സ്റ്റ് എപ്പിസോഡിൽ നോക്കുന്നതായിരിക്കും. അപ്പോൾ ഇനി നെക്സ്റ്റ് എപ്പിസോഡിൽ നാളെ കാണാം. ബൈ.